എടാ എവിടെടാ നിൽക്കുന്നു? ഇങ്ങോട്ട് ഇറങ്ങടാ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനൊന്നുമില്ല, ചുമ്മാ പറഞ്ഞതാ. എന്നോട് കിട് പറഞ്ഞു കിട് തുണി മടക്കി വെക്കുക. ഞാൻ കുളിക്കാൻ കയറാൻ തുടങ്ങിയപ്പോൾ കേട്ടോ, കിട് തുണി മടക്കി വെക്കുക, അവൻ്റെ വീഡിയോ എടുക്കാൻ പറഞ്ഞു. ഞാൻ ഫോണും കൊണ്ട് വന്നപ്പോൾ അതേണ്ട് പൂച്ചേനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പ് അയവള്ളി കൊടുത്തിരിക്കുന്ന കമ്പ് എനിക്ക് പൂച്ചയെ പോയി കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാ ഇപ്പോൾ തുണി മടക്കാത്ത? വേണ്ടിയൊരു പാട്ട് പാടിത്തരൂ. എന്നാ പടക്കളം തന്നെ പഠിക്കൂ. പടക്കളം തന്നിൽ ഒരു മകവിരുദ്ധമെന്നല്ലോ, പടയിടുവാത്തനിങ്ങല്ലോ, വശിയവനേരല്ലോ, ഇഷപകുകേമണല്ല അല്ല മാറി വന്നു കൃഷ്ണനല്ലേ താകടത്താതെ, മാറി മാറി വന്നു കൃഷ്ണനല്ലേ താകട അങ്ങനെയല്ലേ അമ്മടിയിൽ നീ വളർന്നില്ലേ, വളർന്നൊരു കേവനായില്ലേ, ബിരുദൻ യോഗനായില്ലേ, എങ്ങനെ ചെന്നകച്ചനിച്ചനക മിൻതുടിയിലേന്താകത്താതെ, ചെന്നകച്ചനകത്തനും മിൻതുടിയിലേന്താക അമ്മടിയിൽ നീ വളർന്നില്ലേ, വളർന്നൊരിക്കേ ഇല്ലേ, ബിരുദൻ യോഗനായില്ലേ, എങ്ങനെ ചെന്നകത്തനും ചേരകത്തനും മിൻതുടിയിലേന്താകത്താതെ, ചെന്നകത്തനും ചേരാകത്തനും മിൻതു കൃഷ്ണ നീയെവിടെ, നീയൊരു സൂത്രം കാട്ടിയില്ലേ, നിന്നെയവ തള്ളി വിട്ടില്ലേ, നിനക്കേറെ കോപം വന്നില്ലേ, അമ്മാവനെ നീതോ വധിച്ചില്ലേ, അങ്ങനെ ആര് ചെയ്യും കൃഷ്ണായി പ്രാന്തനെ പോട്ടാകത്താതെ, മാറി മാറി ആര് ചെയ്യും കൃഷ്ണ ഇങ്ങനെ പ്രാന്തനെ പോട്ടാകത്താതെ, പടക്കളം തന്നെ ഒരു മുഖവിരുദ്ധം വന്നല്ലോ, പടയിടുവാൻ തിന്നിഞ്ഞല്ലോ, വശിയവനേരയുണ്ടല്ലോ, ഇഷപ്പകുകേമണല്ല അല്ല മാറി വന്നു നിങ്ങളും കൃഷ്ണനല്ലേ താകത്താതെ. ഇനി വേറെ ഏതാ അമ്മ പറ ഇഷ്ടമുള്ളത്? ഇനി ഏത് പാട്ടാ? അമ്മ പറ, അമ്മ പറഞ്ഞാൽ ഞാൻ പാടിത്തരത്തുള്ളൂ. ബാ മടി എനിക്ക് ബാ. ഫ്രണ്ടും ബാക്കും എനിക്ക് അറിയത്തില്ല. അമ്മേ ഒരു കട്ടൻ ചായ തരുമോ? കട്ടൻ ചായ എന്ന് പാടേ പറ. ഏത് പാട്ടൊക്കെ പാടുക? അച്ഛൻ ഉണ്ടായത് ഇപ്പോൾ കുറേ പാട്ട് പറഞ്ഞു തന്നേനെ അല്ലേ? അമ്പലപ്പുഴ ഞങ്ങൾ എല്ലാ വീഡിയോയിലും പയറ്റുന്ന പാട്ടാണ്. അത് വേണ്ട, വേറെ അത് വായി നിനക്ക്. എനിക്കറിയാം. കണ്ണോട് കണ്ടപ്പോൾ പഠിക്കാം. കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തിനാൻ ആയിരത്താരകൾ പൂത്തു നിന്നു, പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പുത്തിലിഞ്ഞു, കാണാതെ വയ്യെന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി, തൊട്ടപ്പുള്ള മതി തേർന്നിരുന്നു, പൂ പോലെ നീ വിരിഞ്ഞു, ഉള്ളിലൊളിച്ചതും മോഹമില്ല, കള്ളത്തരങ്ങളിൽ തുള്ളികള, കണ്ണ നേരം പൊന്നലായി, തിന്നലും പിന്നലായി, കയ്യിലടവെന്നരകെ എത്തിത്തൊടാം എത്തുമില്ല മാരുമില്ലാണ് നീ. കയ്യില് ഇതെന്താ സംഭവം? എന്തുവാ? ക്യാപ്റ്റൻ അമേരിക്കയുടെ ഷീൽഡാണോ അത്? ഓ സെറ്റ് സാധനം. പറഞ്ഞു. നമ്മളിപ്പോൾ എന്തെടുക്കാൻ പോവാന്നറിയോ? ചക്ക പറക്കാൻ പോവാ. ചക്ക പറക്കാൻ താഴേന്ന് താത്ത കുറച്ച് തന്നുവിട്ട ചക്കയാ. അപ്പൊ നമ്മളിത് അടത്തി പറക്കി വെക്കണം. അപ്പം എന്തിനാ ഇപ്പളെ അടത്തി പറക്കി വെക്കുന്നേ? പറ. കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് പാടാ. വേവിക്കാനോ? വേവിക്കാൻ. നമസ്കാരം. ഇവൻ എങ്ങോട്ടൊന്ന് ഓടണം തോന്നുന്നു. ഷോൾഡർ അല്ല മോനെ, ഷീൽഡ്. തോള്.
ഷോൾഡറോ ഷോൾഡർ തോളല്ല പിന്നെ ഇതാ അത് ഷീൽഡ്. ഇത് ഷീൽഡാണ് ക്യാപ്റ്റൻ മെഡിക്കൽ ഷോൾഡാണ് ഷീൽഡ് എനിക്കിവിടെ തെറ്റി. ഷീൽഡ് മാറിക്ക്. കണ്ടോ കിരികിരി ഇങ്ങനെ സൗണ്ട് കിരികരാണ് കുരുകുരാണ് കിരികിരീന്ന് കരുകുരാണ് കിരികിരേ നേരമകലത്തെ മീൻ വെട്ടുന്ന കത്തിയായിരുന്നു. കുഞ്ഞ് സൂക്ഷിച്ചുകൊണ്ടുപോകാൻ നോക്കി. ഇതാ ഞാൻ കൊണ്ടുപോവാം. അനക്കാതെ കൊണ്ടുപോവാം. അനക്കല്ലേ നനങ്ങി ഷോൾഡർ അല്ലടാ ഷീൽഡ്. ഓ അപ്പുറത്തെ പഞ്ചായത്തിൽ ചെന്നത് ഒരു ചക്ക വെട്ടിയിട്ട് നീ ഓർക്കുന്നുണ്ട്? പണ്ട് നമ്മള് ചെതറിപ്പോയതാണോ? അല്ല, ഇവിടെ വന്നു കഴിഞ്ഞപ്പം ചക്ക വെട്ടി നമ്മൾ പുഴുങ്ങിയത് എനിക്ക് ഓർമ്മയില്ല. കിടുവന്ന് കുറച്ചുകൂടെ കുഞ്ഞായിരുന്നു. അവൻ പറയുന്ന അവനിപ്പോൾ വളർന്നു പോയെന്നാണ്. രാവിലെ എന്നോട് പറഞ്ഞു അവനങ്ങ് വലുതായിരുന്നു. പൂച്ച പേടിച്ചു പോയി. ആണോ? ആ വാ. ചക്ക മുഴുവനുള്ള ചക്കയാണെങ്കിൽ നിർത്തി അങ്ങോട്ട് ചെത്തുന്നതാണ് എളുപ്പം. ഞങ്ങളൊക്കെ അങ്ങനെ ചക്ക എടുക്കുന്നത്. ഇപ്പം മുറിച്ച് ചക്ക ആയതുകൊണ്ടാണ് പാവം കാക്ക. ഞാൻ നോട്ട് പാവം ചെന്ന് കുറച്ചുകൊണ്ട് തന്നാലും പോലെ വേവിച്ചത് കുറച്ച് കൊടുത്തു വിട്ടു. വേവിച്ച ചക്ക എനിക്കിപ്പോ തന്നു വിട്ടു കേട്ടോ. ആർക്കും സുഖമാണോന്നൊന്നും ചോദിക്കുന്നില്ലയോ? ചോദിക്കുന്നുണ്ട് തന്നെ. സുഖമാണോ? കിടു ചോദിക്കുന്നു. എല്ലാവർക്കും സുഖമാണോ ചോദിക്കും. എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ചക്ക എടുത്തിട്ട് നമുക്ക് തിന്നാൻ പോവാണ്. ചക്ക ആഹാ തുടങ്ങുന്നതിന് മുന്നേ ടാറ്റ. ഇന്നല്ല ചക്ക ഉണ്ടാക്കുന്നേ, ചക്ക നാളെ ഉണ്ടാക്കുന്നേ. ഇപ്പൊ എല്ലാം പൊളിച്ചു വെക്കുവാ. പൊളിച്ചു വെച്ചേന ചക്കയായി പോകത്തില്ലേ? അതെ നാളത്തേക്ക് ചക്കയായി പോകും. മാങ്ങത്തണ്ടി ചക്കയിറക്ക് കളയാൻ ഏറ്റവും നല്ലത് എൻ്റെ മണ്ണെണ്ണ ഞങ്ങളൊക്കെ തേക്കണം. അപ്പം നിങ്ങൾ ചോദിക്കും ചക്ക മണക്കത്തില്ലേന്ന്. ചക്കയ്ക്ക് മണ്ണെണ്ണ ചോദിക്കൂല. പക്ഷേ വെളിച്ചെണ്ണയ്ക്ക് വരും കോരി ഒഴിച്ചാൽ മണക്കമൊക്കെ ചെയ്യും. ആ വേറെ ഒരു പണിയില്ല. എന്ത് ഇവിടെ അനങ്ങുന്നേന്ന്? നല്ലോണം കഴിക്കും. എടുത്തോ. ഇതങ്ങനെ എടുക്കും. നീ കയ്യല്ലേ പപ്പടം ഒന്ന് ഊരി വെക്ക്, എന്നിട്ട് എടുക്ക്. പപ്പടമല്ല, ഇത് ഷോൾഡറാ. ആ ഷോൾഡർ അല്ല, ലെഗ്. ഷീൽഡ് എന്നെ കൂടെ അതേമാതിരി ഷീൽഡ് തന്നെ അല്ലേ ഇപ്പോ. എല്ലാവർക്കും സുഖമല്ലേ? അല്ല കുറെ ദിവസമല്ലേ ഞാൻ സുഖമല്ലേ ചോദിച്ചാൽ. അല്ല ഇന്നാളെ ഞാൻ ചോദിച്ചായിരുന്നു. ചോദിച്ചില്ലേ? ഇന്ന് ചോദിച്ചില്ലല്ലോ, ഇന്നത്തെ വീഡിയോയിൽ ചോദിച്ചില്ലല്ലോ. എടാ എൽക്കുഞ്ഞെ ഓരോന്നോരോന്ന് കഴിച്ചിടാ. നീ എടുത്ത് കടിച്ചങ്ങ് തിന്നടി. അച്ഛയെ വിളിച്ചോ? അച്ഛൻ പിന്നെ വിളിക്കാം. ആദ്യം അവൻ ചക്ക തിന്നിട്ട്. അരക്കൊന്നുമില്ല. ഇതിങ്ങനെ മുറിച്ച അരക്ക ഉണ്ടാകത്തില്ല. പച്ചച്ചക്കയാ മോനെ. കുഞ്ഞിനെ അറിയത്തില്ലല്ലോ പച്ചയാണെന്ന്. പച്ചച്ചക്ക ഇത് പച്ചച്ചക്ക. പച്ചച്ചക്കയ്ക്ക് മധുരമല്ല, ചില ചക്കയ്ക്കൊക്കെ മധുരം. ആദ്യം കിട്ടിയ ചക്ക ഞങ്ങൾക്ക് തന്നെ കൊണ്ട് തന്നെ. ആ ചക്കയൊന്ന് ഞാൻ പറഞ്ഞല്ലേ അതൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പഴുത്തേക്ക വേണ്ട? ചക്കപ്പഴം ഞാൻ തിന്നോളാം. നീ അല്ലേ ഇപ്പൊ നീ പറഞ്ഞ നിനക്ക് വേണ്ടെന്ന്. നേരത്തെ എടുത്ത് വെച്ച ചക്കയുണ്ട്. എടാ ഇതല്ല കുഞ്ഞ്, വേറെ പഴുത്ത ചക്ക ഉണ്ടാ. അതൊക്കെ ഉണ്ട്. ആദ്യം ഇതൊന്ന് പറക്കട്ടെ. അത് ചക്ക അടത്താൻ ആർക്കും അറിയത്തില്ലയോ? എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ അടത്തുനിന്ന് കാണിച്ചു തരാൻ. ഓ അങ്ങനെ മണിയമ്മ ഇങ്ങനെ കേട്ടോ ചക്ക അടത്തുന്നത്. അതൊന്ന് സ്ലോ ആക്കുമായിരുന്നെങ്കിൽ മര്യാദക്ക് കാണായിരുന്നു. എങ്ങനെ ഓരോ ചള ഇങ്ങനെ കണ്ടോ? ഇനി ചക്ക അടത്തുന്നത് എങ്ങനെയാന്ന് ആരും ചോദിക്കില്ല. കുറെ കമന്റിൽ അങ്ങനെ ചോദിച്ചായിരുന്നു. ഇനി ഞാൻ പറയൂല. കാര്യം ഈ വർഷം ഇതുവരെ ചക്ക കിട്ടിയിട്ടില്ല. നീ ഏതേലും ഒരെണ്ണം എടുക്ക. അപ്പൊ പഴുത്താന്ന് പറഞ്ഞ് എടുത്തു തിന്നുമ്പോ. അപ്പൊ നമുക്ക്
ചക്ക പറക്കാം. കാരണം ഞാൻ എല്ലാ പണിയും ഇവിടെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഉണ്ടല്ലോ കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ വേർപ്പിൻ്റെ അസുഖമാണ്. പിന്നെ എനിക്ക് വേർത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കത്തി ചെയ്തേ ഉള്ളൂ. ഉണ്ടോ കിടൂ കമോൺ. എവിടാ മുന്നിലുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മുറം തല വെച്ചേനെ. നമുക്ക് ചക്ക പറക്കാൻ ചക്കച്ചോളയിലെ ചകണി എല്ലാം കളഞ്ഞ് ചക്കക്കുരു എല്ലാം മാറ്റി വെച്ചിട്ട് വൃത്തിയാക്കി എടുക്കുക. ചോള എന്നാ മോനും പറക്കും. ഇവിടെ കയറിയിരുന്നു. ചകണി ഓണ എന്റെ കൈ കാരണം കിടുവിനെ കാണാം. ഈ നല്ല തോരൻ വെക്കാൻ നല്ല ചകണിയുണ്ട്. പണ്ടൊക്കെ ചക്ക പറിച്ചു കഴിഞ്ഞാൽ അതിന്റെ മടല് അല്ല ചക്ക വേവിക്കും. ചക്ക എനിക്ക് ഇഷ്ടംപോലെ പാടയും ചക്കക്കുരും കൂടെ തോരൻ വെക്കും. കൂഞ്ഞും ചക്കക്കുരും കൂടെ പല സൈസിലങ്ങ് വെക്കും. ഇറച്ചിക്കൂഞ്ഞ് തോരന, അല്ലാത്ത തോരന, അങ്ങനെ. ആകെ കളയാനുള്ളത് ഈ ചക്കയുടെ കരിന്തൊലി, ഈ ചക്കക്കുരുവിന്റെ കരിന്തൊലിയും. ബാക്കി ഒന്നും കളയാനില്ല ചക്കയുടെ. അതെ ചകണി നല്ലവണ്ണം ഉപ്പും പെരട്ടിയും കൊണ്ട് വറുത്ത് കോരിയെടുക്കാനും നല്ലതാണ്. എന്ത് വേണേലും ചെയ്യാം. ഒരു ചക്ക ഇടുമ്പോഴത്തേനും നീ ഒന്ന് താഴ്ത്തില്ല. ബാക്കിലോട്ട് വെച്ചാൽ നിൽക്കട്ടെ. നല്ല പാട്ടാ. നീ ഒരു പാട്ടാക്കിയോളൂ. ചകണി കൊണ്ടു അവനൊരു പാട്ടുണ്ടാക്കി. ഇനി എത്രാം ക്ലാസ്സിലോട്ടാ? എത്രലോട്ടാ? ഇപ്പൊ അല്ല കൈക്ക് വെട്ടിയല്ലോ. LKG ഇപ്പൊ കഴിഞ്ഞേ. UKG. അല്ല കൈ കൊണ്ട് ഞാനിവിടെ അല്ലേ ഇന്ന്. ഞാനിവിടെ അല്ലേ. നീ എന്തിനാ കൈ കൊണ്ട് കൊണ്ട് മുട്ടിയാനെ വന്നോ? കഴുത്തിന് വെച്ച മുറിയാത്തൊരു പിച്ചാത്തി എനിക്ക് കൊണ്ട് വെട്ടിയുടെ കയ്യിലൊരു വെട്ടി വന്നു. ചക്ക ചക്ക ചക്കത്തൊലി. ചക്കച്ചകണി. ചക്കച്ചകണി. കപ്പത്തൊലി എന്ന് പറഞ്ഞാലോ ചക്കത്തൊലി എന്ന് പറയാം. ഇങ്ങനത്തെ പിച്ചാത്തിയൊക്കെ ദൈവമേ. അയ്യോ പെട്ടെന്ന് കീറിപ്പോവും കേട്ടോ. ഇവിടെ അല്ല മച്ചാൻ പറയാനെ എന്താ ഉദ്ദേശം? കിടു പൊളിക്കുന്ന ചക്കയൊക്കെ നേരെ വായിലോട്ടോ. ഞാൻ അതാ ചോദിച്ചു എന്താ ഉദ്ദേശം എന്ന്. ഓരോ ചക്കടെ പകുതി അത് വീഴുന്നുള്ളൂ, ബാക്കി കാണുന്നില്ല. അത് കുറച്ച് പച്ചച്ചക്കയാണ്, ബാക്കി പഴുത്തേക്ക തിന്നാനുള്ളതാ. നീട്ടല്ലേ ആക്ക് നീട്ട അടുത്ത പിള്ളേരാട്ടോ. അതുകൊണ്ട് അമ്മുവിന്റെ ഏറ്റവും നല്ല കൊച്ചാരാ? അമ്മു. ഞാനാണോ എന്റെ നല്ല കൊച്ച്? എന്റെ ഏറ്റവും നല്ല കൊച്ചേതാന്നറിയാവോ? നീ ശരിക്കൊന്ന് പറഞ്ഞു. എനിക്ക് കത്തി നിങ്ങൾക്കിങ്ങനെ ഈ വീടുകളിൽ കാണും, അമ്മമാരെല്ലാം നല്ല മൂർച്ചയുള്ള കത്തി എടുക്കും. നമുക്ക് തരുന്നതോ ആരെങ്കിലും കുത്തിക്കൊല്ലണമെന്ന് വിചാരിച്ചാൽ പോലും മുറിയാത്തൊരു കത്തി. ഞാനൊരു കാര്യം പറയട്ടെ, ആ പിച്ചാത്തിക്ക് ഒരു കുത്തുകൊണ്ട് കിട്ടുന്ന ചാവും. അറ്റ മാത്രം നല്ല മൂർച്ചയുണ്ട്, ഇതും കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമുക്ക് മുറിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇതിലും പേരെ ഞാൻ കൈ കൊണ്ട് എടുക്കുന്ന കേട്ടോ. അവന്റെ എല്ലാം കൊടുക്ക, അവൻ അവന്റെ ഇഷ്ടത്തിന് അങ്ങ് അവൻ ശകലം. ബാക്കി നീ ഒതുക്കിയതിന് കുഴപ്പമില്ല. മണിയമ്മ ഒരെണ്ണെടുത്ത് ശകലം എടുത്താ മതിന്ന്. അമ്മ കിടുവാന്നോ ചെമ്മീൻ?
വായി വെച്ച സ്ഥിതിക്ക് കയ്യിൽ പിച്ചാത്തി കൊണ്ട് എടുക്കാനും പറ്റിയില്ല. കൊടുത്തില്ലെങ്കിൽ ഇന്ന് ഇവിടെ കലഹം നടക്കും. വായി കിടും അത് കൊണ്ടുപോയി. കലഹമെന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല. അമ്മാരി ചക്കയ്ക്ക് ചൊറിയുന്നില്ല. നീ ഇതിന് ചക്കയ്ക്ക് ചൊറിഞ്ഞു കൊടുക്കുന്നത്. രാവിലെ എന്നോട് ക്യാരറ്റ് ചോദിച്ചേ, ഞാൻ ഒരു ക്യാരറ്റ് കൊടുത്തു. ഞാൻ അവിടെ പോകുമ്പോൾ ഭയങ്കര ചിരണ്ടല്ല അവിടെ ഇരുന്നിട്ട്. ഞാൻ ചെന്ന് നോക്കുമ്പോ എന്തുവാ ഒരു കുപ്പയുടെ അടപ്പ ക്യാരറ്റ് വെച്ചോ മണിയമ്മയെ സഹായിക്കുവായിരുന്നു. അവനെ കൊണ്ട് പറ്റുന്ന പോലെ അവനും ചെയ്യണ്ടേ. അതെ. കപ്പയല്ല ചക്ക. എല്ലാം കൂടെ വാരി വെക്കാം. നമുക്ക് മെഴുക്കുവരട്ടി വെക്കാം. ദീവ് വരുമ്പോ മാങ്ങയും കൂടെ മുരിങ്ങക്കയുടെ വാങ്ങിച്ചിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കൂടെ കറി വെക്കാം. കമ്പോറ്റി ഉണക്കമീനും ചക്കക്കുരും കൂടെ കറി വെക്കുമായിരുന്നു. തേങ്ങയൊക്കെ അമ്മയുടെ അമ്മയില്ലേ മാങ്ങായും ചക്കക്കുരുവും ഉണക്കമീനും ഒക്കെ ഇട്ട് തേങ്ങ നല്ലോണം അരച്ച് ചേർത്ത് കറി വെക്കും. ചക്കക്കുരു ഇട്ടാലേ ഒരു പൊലിപ്പുണ്ടാകത്തുള്ളൂ കറിക്ക്. പക്ഷേ ആ കറി നല്ല ചൂട് ചക്കയ്ക്കകത്ത് ഒഴിച്ചിട്ട് മടുമടോന്നടിക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുറച്ച് കൊച്ചു ജോലികൾ കഴിഞ്ഞു. കിടുവിൻ്റെ ഗാനമേള കഴിഞ്ഞു. ഇനി എനിക്കും കുളിക്കണം. കിടുവിനെ അടിച്ച് നനച്ച് കിടുവിനെ കുളിപ്പിക്കണം അല്ലേ? കിടുവിന് ചക്കപ്പഴം കൊണ്ട് കൊടുക്കമ്മേ. നാളെ നമ്മുടെ പോയി ചക്കപ്പഴം എടുത്തിട്ട് വാ. അമ്മൂന് വേണ്ട മോ കഴിച്ചു എന്നാ എടുത്തിട്ടോ. ബേക്കൽ കോട്ടയുടെ ശക്തി അത് പെടുന്ന കിടുവിൻ്റെ കൂടെ കൂടിയിട്ടുണ്ടല്ലോ. ഇപ്പൊ കുറെ സാധനങ്ങൾ ഇപ്പൊ ക്ലാസ്സിൽ ചെന്നിരുന്നാലും എന്തൊക്കെ പിച്ചുമ്പോ ഞാൻ പറയുന്നുണ്ട്. നിമിഷകവിയോ കൈ കിട്ടുന്നൊക്കെ വെച്ച് പാട്ടുണ്ടാകും. ഇപ്പോൾ കോളേജിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും എനിക്ക് പെട്ടെന്നൊന്ന് വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇവനിവിടെ അല്ലേ. അങ്ങനെ സമയം ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഞാൻ നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ക്ലാസ്സും കഴിഞ്ഞ് ജിമ്മിന് പോയിട്ടായിരുന്നു വരുന്നത്. ഞാനപ്പോൾ ജിമ്മ് തൽക്കാലത്തേക്ക് നിർത്തി. കാരണം ആകെ കുഞ്ഞ് കുറച്ച് ദിവസം എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ജിമ്മിലൂടെ പോയി കഴിഞ്ഞാൽ അത്രയും സമയം കൂടെ ബാക്കി പോകും. അപ്പോൾ ഞാൻ ജിമ്മിലെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചിയേ ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല, കുഞ്ഞിവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു ശരി കുഞ്ഞുള്ളപ്പോൾ വരണ്ട. അടുത്ത ദിവസം ജിമ്മിൽ നോമ്പുതുറ പരിപാടി ഉണ്ട്. അപ്പോൾ അതിന് പോകണം. എന്നാണെന്നറിയോ വെള്ളിയാഴ്ചയല്ല തിങ്കളാഴ്ച. അപ്പോൾ അതിൻ്റെ പരിപാടി ഉണ്ട്. അതിന് ചെല്ലാവോ ചോദിച്ചു. അതിന് പോകണം. കിടൂ അവിടെ മണിയമ്മയെ സോപ്പ് ഇടുന്നുണ്ട്. ചക്കയുടെ കയ്യിലൊരു മാങ്ങ. ഇത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. ഞങ്ങളത് പൊളിച്ച് അടക്കി പറക്കി താഴെ കൊണ്ട് ഫ്രീസറിൽ കൊണ്ട് വെച്ചേക്കും. നമ്മുടെ ഫ്രിഡ്ജിൽ ചെറുതായതുകൊണ്ട് അവിടെ കൊണ്ടുപോകും. പിന്നെ ഭയങ്കര തണുപ്പാണ്. നല്ല തണുപ്പുണ്ട്. തണുപ്പുണ്ട്. ടേസ്റ്റ് മറ്റൊന്നും ഒന്നുമില്ലല്ലോ. അപ്പൊ ഓക്കെ എല്ലാവർക്കും ടാറ്റ കൊടുത്തിട്ട് ഞാൻ. അപ്പൊ ഓക്കെ എല്ലാവർക്കും ടാറ്റ വിടൂ. കൊള്ളാവില്ലെന്ന് പറ. അടിപൊളി. അങ്ങനെ ഞാനും കിടും ചക്കപ്പഴമൊക്കെ കഴിച്ച് ഞങ്ങളൊന്ന് ഫ്രീ ആയി കുടിച്ച് സെറ്റാവട്ടെ. അപ്പോൾ ഇത്രയൊക്കെയുള്ള നമ്മുടെ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ.